കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഈ ദിവസങ്ങളെ നമ്മുടെ ചിന്തകൾ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടും ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. 14-ാമത്തെ വാക്യം, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമാക്കി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ നിയമ സത്യമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് അവരോഹണ ക്രമത്തിൽ നാം പഠിച്ചാൽ നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട 3 കാലങ്ങളെ കുറിച്ച്, അതിന്റെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം എന്ന രീതിയിൽ ഈ വാക്യങ്ങൾ നമുക്ക് അവരോഹണ ക്രമത്തിൽ പഠിക്കണം. നാം വായിച്ചത് 12, 13, 14 വാക്യങ്ങളാണ് ആരോഹണ ക്രമം. എന്നാൽ 14, 13, 12 വാക്യങ്ങൾ തിരിച്ചു വായിച്ചാൽ 3 പ്രധാനപ്പെട്ട പദങ്ങൾ അവിടെ കാണുന്നു. 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് വേണ്ടി കൊടുത്തു. ആരെ കൊടുത്തു? ക്രിസ്തുവിനെ കൊടുത്തു. എന്തിനു കൊടുത്തു? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. അത് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏത് ശിക്ഷ? പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ, പണിഷ്മെന്റ് ഓഫ് ദ സിൻ. വീണ്ടും കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടി കൊടുത്തു? പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, ദ പവർ ഓഫ് ദ സിൻ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ അല്ലെങ്കിൽ വീണ്ടെടുക്കുവാൻ, അതിനും കർത്താവിനെ കൊടുത്തു. അടുത്തത് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള രക്ഷ, ദ പ്രസൻസ് ഓഫ് ദ സിൻ. നാം അത് പഠിക്കുമ്പോൾ ഇത് ആത്മാവിലും ദേഹിയിലും ശരീരത്തിലും ബാധിക്കുന്ന വെളിപ്പെട്ട് വരുന്ന രക്ഷയുമായി ബന്ധപ്പെട്ട 3 ത്രികാല അനുഭവങ്ങളാണ്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. നമ്മൾ ഈ വചനങ്ങൾ നോക്കിയാൽ 14-ാമത്തെ വാക്യത്തിൽ കൊടുത്തു, ക്രിസ്തുവിനെ കൊടുത്തു. 13-ാമത്തെ വാക്യത്തിൽ വളർത്തുന്നു, ശിക്ഷിച്ചു വളർത്തുന്നു. ഏത്? അവിടെ പറയുന്ന ദൈവകൃപയെ കുറിച്ചാണ്. ശിക്ഷിച്ചു വളർത്തുന്നു. 12-ാമത്തെ വാക്യത്തിൽ നാം കാത്തിരിക്കും. അത് പ്രത്യാശയുമായി ബന്ധപ്പെട്ടു. പ്രിയമുള്ളവരെ, രക്ഷയുമായി ബന്ധപ്പെട്ട ത്രിവിധ അനുഭവങ്ങളെ ഈ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗങ്ങൾ നമുക്ക് സവിസ്തരം പഠിച്ചാൽ തിമോഥെയോസ് ലേഖനം 3-ന്റെ 5-ാമത്തെ വാക്യത്തോടെ ഒരു പഠന വിഷയമായി നാം പരിശോധിക്കുമ്പോൾ, മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണാപ്രകാരമത്രേ രക്ഷിച്ചത്. അവിടെ ദൈവം നമ്മെ നീതീകരിച്ചു എന്നുള്ള ഭാഗം അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. നമ്മുടെ മെറിറ്റോ, പുകഴ്ചകളോ, സൽപ്രവൃത്തിയോ, യോഗ്യതകളോ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും ഭാഗ്യമായ ആന്തരികമായ ഒന്നും കൂടാതെ, അവർക്ക് എന്ത് പറയും? സ്വഭാവ ശ്രേഷ്ഠതയോ, മഹിമകളോ, പാരമ്പര്യങ്ങളോ, അല്ലെങ്കിൽ നമുക്കൊണ്ടെന്ന് പറയുന്ന എന്തെങ്കിലും മെറിറ്റോ, കഴിവോ, നിങ്ങൾ എന്തുമാകട്ടെ, നിങ്ങൾ ആരുമാകട്ടെ, അതൊന്നുമല്ല. നിങ്ങളുടെ നീതിയുടെ അടിസ്ഥാനം കർത്താവിന്റെ കൃപയാണ്, കർത്താവിന്റെ കരുണയാണ്, കർത്താവിന്റെ ദയയാണ്. അതാണ് 5-ാമത്തെ വാക്യം. ദൈവത്തിന് ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ലെന്ന് തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അടുത്ത വാക്യം, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന്. വീണ്ടും 7-ാമത്തെ വാക്യം പറയുന്നു, നമുക്ക് മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് അല്ലെങ്കിൽ പുനർജനന സ്നാനം കൊണ്ട്, യേശുക്രിസ്തു നമ്മുടെ മേൽ ധാരാളമായി കാണിച്ച കൃപ കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് വേർതിരിച്ച് ദൈവത്തിന്റെ ഒരു അവകാശമായി മാറ്റി നിർത്തിയിരിക്കും. ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇതെല്ലാം കർത്താവ് ചെയ്ത പ്രവർത്തികളെ കുറിച്ച് ഞാൻ വീണ്ടും ഈ പ്രഭാതത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ, ഈ വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ അനവധി സ്തോത്രം പറയുവാൻ ദൈവത്തിൽ കാരണമുണ്ട്. എന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള, എന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള, എന്നെ നിത്യത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള, എനിക്ക് പുത്രത്വ ദാനമായി നൽകുവാനുള്ള, മരണശേഷം എന്നെ വിടുവിക്കുവാനുള്ള, നിത്യശിക്ഷാവധിയിൽ നിന്ന് വിമുക്തനാക്കുവാനുള്ള എല്ലാ പദ്ധതികൾക്കും യേശു കർത്താവ് കാരണഭൂതനായി. അതാണ് പ്രിയമുള്ളവരെ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് വേണ്ടി ക്രിസ്തുവിനെ കൊടുത്തു. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ. എന്തിനു വേണ്ടി വീണ്ടെടുത്തിരിക്കുന്നു? തനിക്കായി ശുദ്ധീകരിച്ച് വേർതിരിച്ച് നിർത്തുവാൻ, സൽപ്രവൃത്തികൾ നാം ശുഷ്കാന്തിയുള്ളവരായി തീരുവാൻ, സ്വന്തം ജനമാക്കി നമ്മെ മാറ്റുവാൻ കർത്താവിനെ, ക്രിസ്തുവിനെ കൊടുത്തു. നമുക്ക് വേണ്ടി യേശു ഭരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ 4 കാരണങ്ങൾ നമുക്ക് ഇതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലന്റെ എഴുത്തുകളിൽ ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപം നിമിത്തം അല്ലെങ്കിൽ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. 2-ന്റെ 20 വീണ്ടും കാണുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്തിലത്രേ ഞാൻ ജീവിക്കുന്നത്. നമുക്ക് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ, കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ
അവനോടുകൂടെ സഹനവും നമുക്ക് ചെയ്യാതിരിക്കുമോ, നൽകാതിരിക്കുമോ? പ്രിയമുള്ളവരെ, ഈ ഭാഗങ്ങൾ പൗലോസ് ഊന്നി പറയുന്നത് നാം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജനമായി, ശുഷ്കാന്തിയുള്ളവരായി, സൽപ്രവർത്തികളിൽ മുന്നിട്ട് നിൽക്കുന്നവരായി, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വിട്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി തീരുവാൻ ക്രിസ്തുവിനെ നമുക്ക് ദാനമായി നൽകി. അതിന്റെ അർത്ഥം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കർത്താവിനെ ക്രെഡിറ്റ് ചെയ്തു. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ മുന്നേ കൊടുത്തു. അവിടെ പാപം ക്ഷമിക്കപ്പെട്ടു, ശാപം മാറി, ബലഹീനതകളും വ്യാധിയും രോഗവും സങ്കടങ്ങളും ആകുലതകളും ജീവിതഭാരങ്ങളും പരാജയഭീതികളും എല്ലാവിധമായ ഭയങ്ങളും മാറി ഞാൻ ക്രിസ്തുവിൽ വിടുവിക്കപ്പെട്ടു. അതാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തെന്ന്. ആർക്ക് വേണ്ടി കൊടുത്തു? ശത്രുക്കൾക്ക് വേണ്ടി കൊടുത്തു, അഭക്തർക്ക് വേണ്ടി കൊടുത്തു, ഭാവികൾക്ക് വേണ്ടി കൊടുത്തു, ബലഹീനർക്ക് വേണ്ടി കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനെ കൊടുത്തു. ലോകത്തെ സ്നേഹിച്ച മഹാസ്നേഹം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് എഫേസ്യർ 2-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ അതിക്രമങ്ങളാലും പാപത്താലും നാം മരിച്ചവരായിരുന്നു, കോപത്തിന് മക്കളായിരുന്നു, നാം പ്രകൃതിയാൽ ജാതികളായിരുന്നു. പക്ഷേ മുമ്പേ നമുക്ക് വേണ്ടി കൊടുത്തു. പക്ഷെ ഇപ്പോൾ നാം ഈ വർത്തമാന കാലഘട്ടത്തിൽ അവകാശികളാക്കി, ക്രിസ്തുവിനോട് കൂട്ടവകാശികളാക്കി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു. ഇനി നമുക്കൊരു വരുംകാലമുണ്ട്, ഭാവി കാലമുണ്ട്. ആ ഭാവി കാലത്തേക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് ഈ വർത്തമാന കാലത്തിൽ സംഭവിക്കുന്നത്. നമ്മെ ഇപ്പോൾ ശിക്ഷിച്ച് വളർത്തുന്നു. എന്തൊക്കെയാണ്? 13-ാമത്തെ വാക്യം, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വിട്ട് വർജിച്ചിട്ട് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ നാം ഇവിടെ ജീവിക്കേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തും. ഏത്? ദൈവകൃപ. ഈ ശിക്ഷ എന്ന് പറയുന്നത് എന്നെ ഡിസിപ്ലിൻ ചെയ്യുക, എന്നെ പരിശീലിപ്പിക്കുക, എന്നെ ട്രെയിൻ ചെയ്യുക, എന്നെ എക്വിപ്പ് ചെയ്യുക, എന്നെ എംപവർ ചെയ്യുക, എന്നെ എഡിഫൈ ചെയ്യുക, എന്നെ എൻകറേജ് ചെയ്യുക, എന്നെ ശക്തീകരിക്കുക. അല്ല എന്നെ അടിച്ചു കൊല്ലുവല്ല, എന്നെ തല്ലി ഓടിക്കുകയല്ല, എന്നെ സഹായിക്കുക. അതാണ് തൽസമയത്ത് സഹായിപ്പാനുള്ള ദൈവ കൃപ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കൃപ ഉപേക്ഷയെ വിചാരിക്കരുത്. നാം ഈ കൃപയിൽ നിലനിൽക്കണം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും ലൗകിക താല്പര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകാം. പക്ഷെ ഇന്ന് പ്രകാരം നമ്മെ തന്നെ ദൈവസ്ഥലം സമർപ്പിക്കുവാൻ അപ്രകാരമുള്ള സ്വാധീനം എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ആ നിലയിലുള്ള ജീവിതക്രമങ്ങൾ എന്നിലുണ്ടെങ്കിൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് നമുക്ക് ദൈവസ്ഥലത്ത് പറയാം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നമ്മുടെ ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്ക് വേണ്ടി നാം നിർമ്മലതയോടെ ഭക്തിയോടെ കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രപഞ്ചമോഹങ്ങൾ, പൗലോസിന്റെ ലേഖനങ്ങളിൽ യൗവന മോഹങ്ങളുണ്ട്. ഇവിടെ പറയുന്നു പ്രപഞ്ചമോഹങ്ങൾ അത് വിട്ടിട്ട് അത് വർജിച്ചിട്ട് അതിൽ നിന്ന് വേർപാട്, വക്രതയും കോട്ടമുള്ള തലമുറ നടുവിൽ നിന്ന് വേറിട്ടിരിപ്പാൻ. എന്നിട്ട് അപ്രകാരമുള്ള മോഹങ്ങൾ നിങ്ങളെ സ്വാധീനിക്കാതാണ്. കാരണം മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്. പാപം എടുത്തിട്ട് മരണമുണ്ടാകും. പാപത്തെക്കാൾ നാം ഡീൽ ചെയ്യേണ്ടത് മോഹത്തെയാണ്. മോഹം എന്ന് പറയുമ്പോൾ ഒരു വൃക്ഷത്തിന്റെ വേര് പോലാണ്. വേര് കണ്ടുകൊണ്ട് കാണാൻ കഴിയത്തില്ല, അത് മണ്ണിനടിയിലാണ്. ഞാൻ എന്തൊക്കെ മോഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും അറിയുന്നില്ല. നിങ്ങൾ എന്തൊക്കെ മോഹിച്ചിട്ടുണ്ടെന്ന് എനിക്കും അറിയാൻ കഴിയത്തില്ല. പലപ്പോഴും പ്രസംഗരായ ഞങ്ങള് പാപത്തെയാണ് ഡീൽ ചെയ്യുന്നത്. പാപം എന്ന് പറഞ്ഞാൽ ആ വേരിൽ നിന്ന്, മോഹമാകുന്ന വേരിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഫലമാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു കൊലപാതകത്തെ കോപമായിട്ടും വ്യഭിചാരത്തെ മോഹമായിട്ടും ചുരുക്കിയത്. പുതിയ നിയമത്തിൽ ആക്ഷൻ അല്ല പാപം, ആറ്റിറ്റ്യൂഡാണ്. കൊലപാതകം കോപമായിട്ട് യേശു അതിനെ ചുരുക്കി. 7-ാം കൽപ്പന ലംഘനത്തെ യേശു മോഹമായിട്ട് ചുരുക്കി. പ്രിയമുള്ളവരെ, എല്ലാ മോഹങ്ങളെയും വർജിക്കണം, ഉപേക്ഷിക്കണം. എന്നിട്ട് പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിക്കണം. അതിനുവേണ്ടി നമുക്ക് ധാരാളമായ കൃപ നൽകിയെന്ന്. ഈ കൃപ നിങ്ങളെ വളർത്തുന്നു. അതുകൊണ്ടാണ് ഈ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, രക്ഷയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ കർത്താവിനെ കൊടുത്തു, അടുത്തത് നമ്മളെ വളർത്തുന്നു. ഞാൻ രക്ഷയുടെ ത്രികാല അനുഭവം പറഞ്ഞു. പാപത്തിന്റെ ശിക്ഷയും പാപത്തിന്റെ ശക്തിയും പാപത്തിന്റെ സാന്നിധ്യം യേശുവിനെ അതിനുവേണ്ടി യാഗമാക്കിയതിനാൽ എന്റെ രക്ഷ സമ്പൂർണ്ണമായി. എന്റെ രക്ഷയ്ക്ക് ഞാൻ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നു. ഇനി എന്നെ ദൈവകൃപ വളർത്തുന്നു. ഞാൻ കൃപയിൽ വളരണം. കൃപയിൽ വളരണമെങ്കിൽ കൃപയിൽ നിലനിൽക്കണം. കൃപയെ വളർത്തും. അതിനുശേഷം എന്റെ പ്രതീക്ഷയും പ്രത്യാശയുമാണ്. ഞാൻ കാത്തിരിക്കും. ഏതിനു വേണ്ടി? കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, ഈ ദൂതുകൾ ഇന്ന് പകൽക്കാലം നമുക്ക് സഹായകരമായി തീരട്ടെ. നമുക്ക് വീണ്ടും ഈ പാഠങ്ങൾ പഠിക്കാം. പരിശുദ്ധ നമ്മെ ശക്തീകരിക്കട്ടെ. ഗോഡ് ബ്ലെസ്.